ഈ ചുമല ചീരയൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും തോരനല്ലേ ഉണ്ടാക്കാറ്. എന്നാൽ ഇതുകൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചീര നന്നായി കഴുകിയിട്ട് തണ്ടിന്റെയും ഇലയുടെയും പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണേ. ഇനി തണ്ടിന്റെ അധികം മൂക്കാത്ത ഭാഗം ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മൂത്ത ഭാഗമാണെങ്കിൽ ഇതുപോലെ മുരിങ്ങയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് നടുവേ ഒന്ന് പിളർന്നെടുക്കാം. ഇനി ഇല അങ്ങ് അരിഞ്ഞെടുക്കാം. ഇത് കുനുകുനാന്നൊന്നും അരിയണ്ട കേട്ടോ. തോരനൊക്കെ അരിയുന്ന പോലെ അല്പം വലുതായി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു അതുപോലെ ഒരല്പം മാങ്ങയും കൂടെ വേണം കേട്ടോ. രണ്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കക്കുരു, ചീരത്തണ്ടും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനൊരു 1/4 ഭാഗം വേവായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇളക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചീരയിലേക്ക് ഇങ്ങനെ ഒന്ന് അവിഞ്ഞു വരുവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരും ചീരത്തണ്ട് നന്നായി വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളേ. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. നമ്മൾ അവിയലിനൊക്കെ ഇടുകില്ലേ അതുപോലെ. ഇനി വെന്തിരിക്കുന്ന ചീരയിലേക്ക് നമ്മുടെ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഏറെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ചീര അവിയൽ റെഡി.